കൂട്ടിക്കൊണ്ടു പോന്നു. ഉപേക്ഷിച്ചിട്ട് പോരാൻ വയ്യാത്തൊരു. വരൂ മോളെ. നന്നായി. ലക്ഷ്മി, ആഹാ, ആരാത്? പാമോളെ. അവിടെ എല്ലാവർക്കും പേടി, എപ്പോഴാ എന്തെങ്കിലും കടുങ്കൈ കാണിക്കാന്ന്. എനിക്കിങ്ങനൊരു വഴിയെ തോന്നിയുള്ളൂ. നന്നായിടോ. അവന്റെ ആത്മാവിന് സന്തോഷമായിട്ടുണ്ടാവും. അത്ഭുതം തനിക്കിങ്ങനൊരു ബുദ്ധി തോന്നിയതില്ല. ഇത്തിരി വകതിരിയൊക്കെ കയ്യിലുണ്ട് അല്ലേ? പാവം കുട്ടി. ഇന്നലെ രാത്രിയും കൂടി ഞാൻ സ്വപ്നം കണ്ടു. നമ്മുടെ കൊളക്കടവ് പോലെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാ. എന്നിട്ട് പിറുപിറുങ്ങനെ പറയണുണ്ട്. അപ്പൂട്ടന്റെ കാര്യാ. പാവം. എന്തായാലും ഉണ്ണീട്ടം കൂടെ കൊണ്ടുവന്ന് നന്നായേ ഉള്ളൂ. ഭദ്ര കഴിയണതും കൂടെ ഉണ്ടാവണം. വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ ഇടം കൊടുക്കരുത്. പൂവ് ഞാനുമായിട്ടങ്ങ് ഇണങ്ങിക്കോളും. മുഖം കണ്ടാൽ അറിയില്ലേ, ഒരു സാധുവാ. ഇതെവിടെയാ വെക്കണ്ട? അങ്ങോട്ട് വെച്ചോളൂ. എന്റെ അമ്മോ, ഒന്ന് സഹായിച്ചെന്റെ കുട്ടിയെ. അമ്മയും മുത്തച്ഛയും വലിയ സന്തോഷത്തിലാ. ആ കുട്ടിയെ മടിയിൽ ഇറക്കണില്ല എന്ന് പറയണാവും ശരി. അല്ല, ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് വിവരം പറഞ്ഞു പോകും. അതിന്റെ ആവശ്യമുള്ളതായി ആരും പറഞ്ഞില്ല. ഒരു കണക്കിന് എന്തിനാ? ആള് ഫുൾ ടൈം ചൂടും പുറത്താന്നല്ലേ കേൾവി. എന്താ ചെയ്യാ, മനുഷ്യരുടെ ഓരോ കാര്യം. വൃത്തിയാക്കിയില്ലേ കുട്ടിയെ? കഴിഞ്ഞു. നീ ആ കുളിമുറിയിൽ വെള്ളം നിറച്ചിടേ. മോക്കൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറാലോ. ഇത് സ്വന്തം വീടായിട്ട് കരുതണം. അങ്ങനെ തോന്നി എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോഴേ മനസ്സിനൊരു മാറ്റം ഉണ്ടാവും. ഇനി തിരിച്ചു പോണോന്നും പറഞ്ഞ് ധൃതി കാണിച്ചാലാ എനിക്ക് പിടിക്കാഴിയ. വിടില്ല ഞാൻ കുറച്ചു കാലത്തേക്ക്. ഇല്ല, അമ്മ പറയണവരെ ഞാൻ പോവില്ല. ആ നാണുവേ, അടുക്കളയിൽ ചെന്ന് ലക്ഷ്മിക്കുട്ടിയോടെ ഊണിനെന്താ വകാന്ന് അന്വേഷിക്കേ. എന്റെ കുട്ടിക്ക് ഇന്ന് രുചിയോടെ എന്തെങ്കിലും വിളമ്പി കൊടുക്കണം എനിക്ക്. ശരി. വല്യമ്മാവൻ അന്വേഷിച്ചു. ഭദ്രേ, എനിക്കൊന്ന് കാണിച്ചു തരോ നരൻ ഉറങ്ങുന്ന സ്ഥലം? ദാ അടച്ചിട്ടിരിക്കണില്ലേ, ഇത് തന്നെ അപ്പൂട്ടന്റെ മുറി. അവധിക്കൊക്കെ വരുമ്പോഴേ തുറക്കാറുള്ളൂ. ഞാൻ ചോദിച്ചത് ഇപ്പോഴുറങ്ങുന്ന സ്ഥലത്തെ കുറിച്ചാ. കാണണോ? വരൂ. കുഴിവെട്ടി അടക്കിയതാ. മൂത്തോര് ജീവിച്ചിരിക്കുമ്പോ ദഹിപ്പിക്കാൻ പാടില്ലെന്നല്ലേ? ദേ, നമുക്ക് പോവാം. കരയാനായിരുന്നു എന്ന് വെച്ചാ ഞാനിവിടെ കൊണ്ടുവരില്ലായിരുന്നു. ഭദ്ര പോയിക്കോളൂ. ഞാൻ എനിക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കണം. ചെല്ലു, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണേ, അന്വേഷിക്കും. അവിടെ തനിച്ചെനിക്ക് വയ്യ. ഞാനും നീ എന്നൊന്നില്ല. നമ്മള് രണ്ടുമെന്ന് ഒരു സത്യമേ ഉള്ളൂ. നാം എന്നോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ എന്നെ മാത്രം തനിച്ചിട്ട് പോയി കളഞ്ഞത്? നന്ദ,
നന്ദ എന്താ നന്ദ? ഞാൻ ഉണ്ണിയാണ്. സോറി. ഞാൻ സോറി ഉണ്ണി. വരൂ, വാ, വരൂ. എവിടെയായിരുന്നു? അവിടെ തെക്കേ കണ്ടത്തില്. എന്താ മോളെ ഇത്? എന്തിനാ ഇപ്പൊ അങ്ങോട്ടെല്ലാം പോയത്? മതി ഭദ്രേ, പറ്റില്ല. നല്ലോണം കൊണ്ടു നടത്താൻ ഉണ്ണേട്ടന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാരും കൂടി എന്നെ കൊച്ചുകുട്ടിയാക്ക. അമ്മയും മുത്തശ്ശിയും ചെറിയമ്മയും. എനിക്കും അതെ, കൊച്ചുകുട്ടിയാ. വലിയ പഠിപ്പൊക്കെ ഉള്ള ആളാന്നറിയാം. എന്നാലും അനിയത്തി കുട്ടിയായിട്ട് അങ്ങനെ കരുതാവോ? അതോ അതേ പ്രസംഗാവോ? ഏടത്തി കുട്ടിയായിട്ട് തന്നെ കൂട്ടാം. ഇവിടെ ഇരിക്കൂ, ഞാൻ ഉറങ്ങിയിട്ട് എന്റെ അടുത്തുനിന്ന് പോവാം. ഓ, കിടന്നോളൂ. എന്താ വേണ്ടേ? എന്നെ പേടിപ്പിക്കാൻ നിക്ക? പോയിട്ട് ഒരുപാട് പണിയുണ്ട് കേട്ടോ. വല്യമ്മാവന് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കണം, ഉണ്ണേട്ടന്റെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം, മുത്തശ്ശിയുടെ ദേഹം ഒന്ന് നനച്ചു പിഴിഞ്ഞ് തുടയ്ക്കണം. പിന്നെ ഉണ്ടപ്പ ഒരുപാട് പണികള്. ലക്ഷ്മിയടത്തേക്കാണെങ്കിൽ തീരെ വയ്യേനും. ഒന്നും മാറോ, ഈ പാവം അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ശരിക്കും പേടിച്ചുട്ടോ. ആരോടായിരുന്നു കാവിനകത്ത് സംസാരം? എന്നെ പേടിപ്പിക്കാൻ നിക്കാന്നേ. ഇപ്പൊ കുറച്ചു ദിവസമായി തിരിയും കൊണ്ട് ചെല്ലുമ്പോ ഒരു വട്ടം ചുറ്റല്. ഇങ്ങനെ നിക്കും, തല പതുക്കെ ഇളക്കി. നിന്നോട് ഇഷ്ടം കൂടിയിട്ടാവും. ഇഷ്ടം മൂത്ത് മൂത്ത് ഒരു ദിവസം നിന്നെയും കുത്തി അങ്ങ് പറന്നു പോകുന്ന അകലുവത്തേക്ക്. എന്നാ പിന്നെ സുഖായി. നാഗരാജാവിന്റെ റാണിയായിട്ട് അങ്ങനെ കഴിയാലോ. എന്നാലേ മാണിക്യം പോയ സർപ്പത്തെ പോലെ ഞാൻ തല തല്ലി ചത്തുകളയും. ഇതാണോ മാണിക്യം? ഇത് വെറും വെള്ളാരം കല്ലല്ലേ? എന്നാലേ ഈ വെള്ളാരം കല്ലിന് മാണിക്യത്തെക്കാൾ മാറ്റുകൂടും. വീട് ഉണ്ണിയേട്ടാ, കാവിന്റെ അടുത്ത് വെച്ചുള്ള കളി വേണ്ട കേട്ടോ. പിന്നെ ഇത് എവിടെയെങ്കിലും വെച്ചൊന്ന് കാണിക്കണ്ടേ? അയ്യോ, കുറച്ച് ദിവസമായിട്ട് നോക്കിയതൊക്കെ. ഭദ്ര അമ്മ വിളിക്കുന്നു. അടുക്കളയിൽ നിന്ന് വിളി തുടങ്ങി. ഉണ്ണേട്ടൻ കുളി കഴിഞ്ഞ് നിക്ക. ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ടുമില്ല. ഇങ്ങ് തരൂ, ഞാൻ ചെയ്യാം. അയ്യോ പാടാവും, ഇലക്ട്രിക്കിന്റെ പെട്ടിയല്ലേ ശീലം. കുഴപ്പമില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പൊ വരാട്ടോ. ആരാ മോളെ കൊണ്ട് ഈ പണി ചെയ്യിക്കണേ? ആ കുട്ടി എവിടെ? ഭദ്രയ്ക്ക് അപ്പുറത്ത് തിരക്കുണ്ട്. ഉണ്ണിയേട്ടന് പുറത്തു പോണം. സൂക്ഷിക്കണം, കൈ പൊള്ളിക്കരുത് കേട്ടോ. എന്താ ഇത്? ഭദ്രയില്ലേ അവിടെ? ഭദ്രയ്ക്ക് എന്തൊക്കെയാ ജോലി? കൊറേ ഞാനും ഷെയർ ചെയ്യാന്ന് വെച്ചു. കൂടാ റെഡി. ഇനി മുത്തശ്ശന് മൂർക്കാൻ വേണം അല്ലേ? അത് ഓക്കെ. അവിടെ നല്ല കോച്ചിങ് തന്നിരിക്കുന്നല്ലേ? ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയതാ. ഇപ്പൊ ഉണ്ണിയേട്ടന്റെ റൊട്ടീനൊക്കെ എനിക്കറിയാം. എന്താ ഇത്തിരി ബഹുമാനം തരാന്ന് കരുതിയത്? പേരിന്റെ കൂടെ ഒരു ഏട്ടൻ ചേർന്നിരിക്കണ്. അതിനൊരു ഭംഗിയുണ്ട്, ഉണ്ണിയേട്ടൻ വിളിക്കാൻ. എല്ലാം പെർഫെക്റ്റ്. മുറുക്കാൻ വരെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നാണുവാരുടെ ഇൻസ്ട്രക്ഷൻ കിട്ടി അതുണ്ടാക്കാൻ.